കേരള രാഷ്ട്രീയത്തിൽ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും കോട്ടകൾ ഒന്നൊന്നായി തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും തോറ്റടിഞ്ഞു നിൽക്കുന്ന പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിക്ക് മേൽ വി.ഡി. സതീശൻ എന്ന പുതിയ മുഖ്യമന്ത്രി പ്രഹരങ്ങളുടെ പരമ്പര തന്നെയാണ് തീർക്കുന്നത്. അധികാരത്തിന്റെ ചെങ്കോൽ കയ്യിലിരുന്നപ്പോൾ പിണറായി ആരെയൊക്കെ സസ്പെൻഷൻ അടിച്ചു പുറത്താക്കി വീട്ടിലിരുത്താൻ നോക്കിയോ, ആരെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചോ, അവരൊക്കെ ഇന്ന് സതീശന്റെ ഒരൊറ്റ വിളിയോടെ പൂർവാധികം ശക്തിയോടെ തങ്ങളുടെ കസേരകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഇരകളായി മാറിയ ഉദ്യോഗസ്ഥരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇത് പിണറായിയുടെ പഴയ ഏകാധിപത്യ കേരളമല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ പുതിയ യുഗമാണെന്ന് വി.ഡി. സതീശൻ തെളിയിച്ചിരിക്കുന്നു. ഡോക്ടർ ബി അശോകും ഡോക്ടർ എൻ പ്രശാന്തും ഉൾപ്പെടെയുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിലേക്ക് തിരികെ കൊണ്ടുവന്ന പുതിയ സർക്കാരിന്റെ തീരുമാനം കേവലം ഒരു ഭരണപരമായ നടപടിയല്ല. അത് പിണറായി വിജയന്റെ മുൻകാല നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടിയാണ്. സ്വന്തം തെറ്റുകളെയും പരാജയങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നവരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് ഫാസിസ്റ്റ് രീതിയിൽ ഒതുക്കാൻ നോക്കിയ പിണറായിക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഇത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിയോജിപ്പുകളെയും അടിച്ചമർത്താൻ നോക്കിയ ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരം. ഈ ഉദ്യോഗസ്ഥർ തിരികെ വരുമ്പോൾ തല കുനിക്കേണ്ടി വരുന്നത് അവരെയൊക്കെ ദ്രോഹിച്ച പഴയ ഭരണാധികാരികൾക്ക് തന്നെയാണ്. ഇവിടെയാണ് പിണറായി വിജയൻ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധിയുടെ വ്യാപ്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. രാഷ്ട്രീയമായി അടിപതറി നിൽക്കുന്ന അദ്ദേഹത്തിന് മേൽ വ്യക്തിപരമായും നിയമപരമായും പ്രഹരങ്ങൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകളുടെ രഹസ്യ ലോക്കർ വരെ തുറന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോടതി മുറിയിൽ കയറി കുടഞ്ഞെറിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന ഒരു പിണറായിയെയാണ് കേരളം ഇന്ന് കാണുന്നത്. അഴിമതികളുടെയും വഴിവിട്ട ഇടപാടുകളുടെയും കറുത്ത പുകമറകൾ ഒന്നിനു പുറകെ ഒന്നായി അഴിഞ്ഞു വീഴുകയാണ്. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും അന്വേഷണ ഏജൻസികളുടെ തെളിവുകൾക്ക് മുന്നിലും അടിയറവ് പറയേണ്ടി വരുന്ന ഒരു മുൻ ഭരണാധികാരിയുടെ നിസ്സഹായ അവസ്ഥയാണ് ഇത്. ഈ ഒരു വലിയ ആഘാതത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് ഭരണപരമായ അടുത്ത ആണി കൂടി അടിക്കുന്നത്. ഇരട്ടച്ചങ്കൻ എന്ന പ്രതിച്ഛായ വെറും ഒരു മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും യാഥാർത്ഥ്യങ്ങളോട് മുഖാമുഖം നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത വിധം പിണറായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നും ഈ സംഭവങ്ങൾ അടിവരയിടുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലേക്ക് വരെ അന്വേഷണ നിഴലുകൾ നീളുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ശേഷിയില്ലാതെ നിൽക്കുന്ന പിണറായിക്ക് താൻ തരം താഴ്ത്തിയ ഉദ്യോഗസ്ഥരുടെ ഈ തിരിച്ചുവരവ് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള അടിയായി മാറുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കങ്ങളും. പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഒടുവിൽ കാലം കരുതി വെക്കുന്ന നീതി നടപ്പിലാക്കലാണിത്. വിരട്ടലും ഭീഷണിയും കൊണ്ട് ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഭയപ്പെടുത്തി ഭരിക്കാമെന്ന് കരുതിയവർക്ക് ചരിത്രം നൽകുന്ന വലിയൊരു പാഠം. ഒരു വശത്ത് കേന്ദ്ര ഏജൻസികളുടെ കടുത്ത നടപടികളും മറുവശത്ത് പുതിയ സർക്കാരിന്റെ അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളും പിണറായി വിജയനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന പിണറായിക്ക് വി.ഡി. സതീശന്റെ ഈ ഒരൊറ്റ നീക്കം സമ്മാനിക്കുന്നത് രാഷ്ട്രീയമായ വലിയൊരു ആത്മവിശ്വാസ തകർച്ച കൂടിയാണ്. ഇത് അധികാരത്തിന്റെ കസേര നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമുണ്ടായതല്ല, മറിച്ച് താൻ കെട്ടിപ്പൊക്കിയ അധികാര ഗർവിന്റെ സാമ്രാജ്യം ജനമധ്യത്തിൽ തകർന്നടിയുന്നത് നേരിട്ട് കാണേണ്ടി വരുന്നതിന്റെ ആഘാതമാണ്.